Hello everyone, welcome back to Mary Street. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വഴിക്കൊക്കെ ഒന്ന് വന്നിട്ട് ഏതായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. 1 കിലോ നെല്ലിക്ക നന്നായി കഴുകി ടിഷ്യൂ പേപ്പറോ തുണിയോ കൊണ്ട് നന്നായി തുടച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. നമ്മൾ മുഴുവനോടെയാണ് അച്ചാർ ഇടുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 2 തുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒന്ന് 2 പീസായി മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പകുതി ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് നന്നായി പേസ്റ്റ് ആക്കി എടുക്കും, പകുതി അരിഞ്ഞു എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒരു 6-7 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് നെല്ലിക്ക അച്ചാർ ഇങ്ങനെ അലിഞ്ഞിരിക്കുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഒരു പച്ചപ്പ് ഉള്ളിലുണ്ടാകും, ഇങ്ങനെ അലിഞ്ഞു പോകുന്ന അച്ചാറാവില്ല ഇത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാ നെല്ലിക്ക ഈ നല്ലെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മൊരിയിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 2-3 മിനിറ്റ് ഒന്ന് നല്ല തീ കൂട്ടി വെച്ച് അത് നന്നായി ഒന്ന് ചൂട് പിടിച്ച് കഴിയുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മാറ്റാം. ഉള്ളിലൊന്നും വന്നാലും വെന്ത് പോയിട്ടുണ്ടാവില്ല, നല്ലൊരു പച്ചപ്പ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്ക മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഈ നല്ലെണ്ണയിലേക്കാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കടുക് ഇട്ടിട്ട് പൊട്ടിച്ചു. ഒരു 1.5 ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില, അതുപോലെ നേരത്തെ കാണിച്ച വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, അത് പകുതിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അരിഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യം ഒന്ന് ചേർക്കാം. അതിൻ്റെ കൂടെ ആ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ലൊരു തിക്നെസ് ഉള്ള ഗ്രേവി കിട്ടാനാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട ലൈറ്റ് ആയിട്ടുള്ളത് മതിയെങ്കിൽ മുഴുവൻ അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല, മുഴുവൻ പേസ്റ്റ് ആക്കിയാലും കുഴപ്പമില്ല, നമ്മുടെ സൗകര്യത്തിന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രേവി ഉണ്ടാവും. നമുക്ക് ചപ്പാത്തിക്കോ എന്തിനാണെങ്കിലും ഒരു കഷ്ണം അച്ചാർ എടുത്തിട്ട് കൂട്ടാൻ പറ്റും. കറിയുടെ കൂടെയൊക്കെ സൈഡിലൊരു പിക്കിൾ കൂട്ടുമ്പോൾ നല്ലതാണല്ലോ, അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് അത്യാവശ്യം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ താഴെ മാത്രം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇത് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊരു 3-4 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റി പച്ചമണം മാറുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര, ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പിന്നീട് ലാസ്റ്റ് കുറച്ചുകൂടി ചേർക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഇത്രയും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഈ ഉലുവയും കായും ഒന്നും വലുതായി മൊരിയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായി മൊരിഞ്ഞ് പാകത്തിന് ആയിട്ടിരിക്കുന്നതാണ്. ഇനി ഞാൻ നല്ല തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഒഴിച്ച് നോക്കുക. നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് കൊണ്ടും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടും തന്നെ നല്ലൊരു തിക്നെസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ 1.25 കപ്പ് തിളച്ച വെള്ളം മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. കുറച്ചൊരു ഗ്രേവിയുള്ള ടൈപ്പ് നമുക്ക് വേണം, കാരണം ഇത് ഇരിക്കുമ്പോൾ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്നൊരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് ഞാൻ വിനീഗർ ചേർക്കുകയാണ്. ഒരു 5-6 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇനി അതൊരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് ചൂടായാൽ മതി. നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർക്കാം. അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ കുറച്ചൊരു 1 ടീസ്പൂണും കൂടെ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കായം, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമ്മൾ ഈ ചെറുതായി ഒന്ന് എണ്ണയിൽ മൊരിയിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക അതും ചേർക്കാം. നെല്ലിക്ക ഇട്ടിട്ട് ഒട്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, നെല്ലിക്ക നമ്മളിപ്പോൾ ആവിക്ക് വെച്ചിട്ട് അച്ചാറിടുമ്പോഴാണെങ്കിലും പെട്ടെന്ന് വേകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിട്ടിട്ട് ഒട്ടും കുക്ക് ചെയ്യേണ്ട, ഇടുക. ഒരു 2 മിനിറ്റിൽ താഴെ മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക സ്റ്റൗവിൽ നിന്ന്.
അല്ലെങ്കിൽ ആ ചൂട് കൊണ്ടിട്ട് പിന്നെയും അവിടെ ഇരുന്ന് കുക്കാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആ ഉള്ളിലൊരു പച്ചപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു മാസത്തോളമൊക്കെ ഇത് വെക്കാൻ പറ്റും പുറത്ത്. ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അച്ചാർ തീർന്നപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചാർ അധികം ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ഒരു മാസത്തിൽ കൂടുതലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കൂടുതലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ തീർന്ന അച്ചാറിൻ്റെ കുപ്പി. ഇനി ഞാനത് അടച്ചു വയ്ക്കുകയാണ്. ഒരു വൈകുന്നേരമാണ് ഈ അച്ചാർ ഉണ്ടാക്കിയത്. നന്നായിട്ട് ചൂട് പോയതിന് ഒരുവിധം ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അടച്ചു വെച്ചു. പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് കുപ്പിയിലേക്ക് പകർത്തുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ അച്ചാറിൻ്റെ ആ വെള്ളമൊക്കെ നല്ല പരുവത്തിനായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. അതുപോലെ എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് ഉണക്കിയിട്ടുള്ള ഒരു കുപ്പിയാണിത്. അതിലേക്ക് വേണം ഈ അച്ചാർ നമ്മൾ പകർത്തി വെക്കാൻ കേട്ടോ. അതുപോലെ അച്ചാർ എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂൺ കൊണ്ട് എടുക്കാതിരിക്കുക. അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഈ കുപ്പിയിലേക്ക് ഇത് പകർത്തി വയ്ക്കുകയാണ്. പോരാത്തത് നമുക്ക് ബാക്കിയുള്ള കുപ്പിയിലേക്കും പകർത്താം കേട്ടോ. ഇതിപ്പോൾ 1 കിലോ നെല്ലിക്കയാണുള്ളത്. അപ്പോൾ മുഴുവനും ഈ കുപ്പിയിലേക്ക് കൊള്ളുന്നുണ്ടാവില്ല. അപ്പോൾ അതുപോലെ 2 കുപ്പിയിലാക്കി സൂക്ഷിക്കാം. അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 ആഴ്ച വരെയൊക്കെ ഈ ഒരു പച്ചപ്പ് ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. പിന്നെയാണ് അത് അലിഞ്ഞു പോകുന്ന സ്റ്റേജിലേക്ക് എത്തുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.